ഖൽബ് നന്നാക്കിയെടുത്ത വലിയ മഹാനാണ് ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവരുകൾ പറയുന്നത് കാണാൻ കഴിയും. ലാ യബ്ഖാ മഅൽ അബ്ദി ഇൻദൽ മൗതി ഇല്ലാ സലാസ്. ഏതൊരു അടിമയും ആ അടിമ മരിക്കുന്ന സമയം ആ അടിമയുടെ കൂടെ 3 കാര്യം മാത്രമേ മരിക്കുന്ന സമയത്ത് ആ അടിമയുടെ കൂടെ ബാക്കിയുണ്ടാവുള്ളൂ. ആ 3 കാര്യമാണ് ആ അടിമ നേടിയെടുക്കേണ്ടത് ജീവിതകാലത്ത്. കാരണം ആ 3 കാര്യമാണ് മരിക്കുന്ന സമയത്ത് ആ അടിമയുടെ കൂടെ ബാക്കിയുണ്ടാവുക. ഏതാണത് ആ 3 കാര്യം? 1 സ്വഫാഉൽ ഖൽബി, എല്ലാ അഴുക്കുകളിൽ നിന്നും ഗലീജുകളിൽ നിന്നും ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കുക, മനസ്സിനെ ഒന്ന് നന്നാക്കിയെടുക്കുക. നല്ല ശുദ്ധമായ ഖൽബ്, ശുദ്ധവാദ ജേനുതുപ്പ എന്ന് പറയും. ഇവിടെ കന്നഡ ഉണ്ടോ? ഈ ഭാഗത്തൊക്കെ നോട്ടീസിന്റെ ഒരു ഭാഗത്ത് മലയാളം, പിന്നെ ഒരു ഭാഗത്ത് കന്നഡമാണ്. അത് ലക്കി അടിക്കാന്ന് പറയാം. നമ്മൾ ഭാഷ പഠിച്ചിട്ടാ എന്നൊന്നല്ല. ഇപ്പൊ ഞാൻ മലയാളത്തിലും വേദം പറയും, മംഗലാപുരം ഭാഷയിലും വേദം പറയും. മലയാളം പഠിച്ചുണ്ടാക്കിയതാണ്. മംഗലാപുരം ഭാഷ അത് ലക്കിയായി കിട്ടിയതാണ്. നാട് മംഗലാപുരം കർണാടക ആയതുകൊണ്ട് അവിടുന്ന് കിട്ടിയതാണ്. അപ്പോ ആ ഖൽബ്, സ്വഫാഉൽ ഖൽബ്, മരിക്കണ സമയത്ത് ഒരു അടിമയുടെ കൂടെ ബാക്കി ഉണ്ടാകുന്ന 3 കാര്യങ്ങളിൽ 1 സ്വഫാഉൽ ഖൽബി, എല്ലാ ഗലീജുകളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും വേണ്ടാത്ത ദുസ്വഭാവങ്ങളിൽ നിന്ന് മനസ്സിനെ ഒന്ന് നന്നാക്കിയെടുക്കുക എന്നതാണ് 1. രണ്ടാമത്തത്, ആ മനസ്സിനെ ഗലീജുകളിൽ നിന്നെല്ലാം വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ആ ഖൽബിന് ഒരു ടൈം പാസ് കൊടുക്കണം. ഖൽബിന് എപ്പോഴും ഒരു നേരം പോക്ക് കിട്ടണം. മനസ്സിന് ഒരു നേരം പോക്ക്. അതെങ്ങനെയാണ് മനസ്സിന് ഒരു നേരം പോക്ക് ഉണ്ടാകുന്നത്? ബിദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്ർ ഇങ്ങനെ ചൊല്ലലുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കലുകൊണ്ട്, ഓർക്കൽ. അതാണ് മജ്ലിസുൽ ദാക്കിരീൻ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സൈനുൽ ഉലമ, നമ്മുടെ കർണാടകയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ സുപ്രീമാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദ്. നിരവധി മഹല്ലുകളുടെ ഖാദിയാണ്. അവരൊക്കെ വെറുതെ പറയില്ല. അവരൊക്കെ പറയുമ്പോൾ 4 സ്ഥലവും ചുറ്റി ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടേ അവർ പറയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ അത് ബാക്കൗട്ട് എടുക്കാൻ പറ്റൂല. ഒരു വാക്കങ്ങനെ അവർ പറഞ്ഞു എന്ന് നേരത്തെ ഇവിടെ കേട്ടു. ഇസ്മും മുസമ്മയും ഒരുപോലെയാണ്. ചില ആളുകൾക്ക് സ്വാലിഹ് എന്ന് പേര് വെക്കും. പേരെന്താ? പേര് സ്വാലിയാണ്, പക്ഷെ ആള് ഗൈറു സ്വാലി ആയിരിക്കും. സ്വാലി അല്ലാത്ത ആളായിരിക്കും, പക്ഷെ പേരെന്തായിരിക്കും? പേര് സ്വാലിഹ് എന്നായിരിക്കും. അതിനർത്ഥം എന്താണ്? ആ പേരും അതും ഒത്തിട്ടില്ല എന്നതിനർത്ഥം. ഉസ്താദ് ഇവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇസ്മും മുസമ്മയും ഒക്കെ എന്ന് പറഞ്ഞാൽ മജ്ലിസുൽ ദാക്കിരീൻ എന്നാണ് പേര്. മജ്ലിസുൽ ദാക്കിരീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിക്ർ ചെല്ലുന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലം. അങ്ങനെയല്ലേ? നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഗാന്ധിനഗറിൽ ഒരാളെ കണ്ടു. അയാൾ പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്ഥലം കണ്ടിട്ടുണ്ടാ? ഒരു 4-5 ദിവസം പരിപാടി എന്ന് വെച്ചാൽ പകല് മൊത്തം പരിപാടി തന്നെ, ദിക്ർ തന്നെ. ഏർവാടി മജ്ലിസ് വേറെ, മുത്തുപേട്ട മജ്ലിസ് വേറെ, ജലാലിയ റാത്തീബ് വേറെ, മറ്റേ റാത്തീബ് വേറെ, ഓരോ മജ്ലിസ് വേറെ, നിരന്തരം മജ്ലിസ്. രാത്രി വേറെ. വേറെ സ്ഥലത്തൊക്കെ എന്താ? രാത്രി വേലല്ലേ ഉണ്ടാവുള്ളൂ. രാത്രിത്തെ വേല കഴിഞ്ഞാൽ പിന്നെ നാളെ രാത്രിത്തെ വേലാണ്. ഇവിടെ അങ്ങനെയല്ല. 4-5 ദിവസം പരിപാടിയാണെങ്കിൽ പകലും മൊത്തം ദിക്റിന്റെ മജ്ലിസാണ്, മജ്ലിസുൽ ദാക്കിരീൻ. ഞാൻ ഇപ്പോഴും ഇവിടെ കയറി വരുമ്പോ ഇപ്പോഴും പള്ളിയിൽ എല്ലാവരും ഇരുന്നിട്ട് വളരെ അച്ചടക്കത്തോടെ, അതിലാർക്കും ഒരു മടി കാണുന്നില്ല. ഒരു ഞങ്ങളെ നാട്ടിലെ ഭാഷയിൽ പറയും, ഒരു ജട കാണുന്നില്ല, ഒരു അലസതയില്ല. നല്ല റാഹത്തായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന്
ദിക്ർ ചൊല്ലാണ്, റാത്തീബ് ചൊല്ലാണ്. എന്തിനാണ് ഇതെല്ലാം ചൊല്ലുന്നത്? കൽബിനൊരു നേരം പോക്ക് കിട്ടാനാണ്. കൽബിന് നേരം പോക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കലുകൊണ്ടാണ്, റബ്ബിന്റെ ദിക്ർ ചൊല്ലലുകൊണ്ടാണ്. മൂന്നാമത്തത് വഹുബ്ബിഹി ലില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കലുകൊണ്ടാണ്. റബ്ബിനെ ദിക്ർ ചൊല്ലിയാൽ, റബ്ബിനെ ഓർത്താൽ, അല്ലാഹുവിനെ സ്നേഹിച്ചാൽ കൽബിനെ സ്വഫാ കിട്ടും, സ്വഫാ ഉൽ ഖൽബ് കിട്ടും. ആ സ്വഫാ ഉൽ ഖൽബ് കിട്ടിയാലോ അവനങ്ങ് രക്ഷപ്പെട്ടു പോയി. അതാണ് ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിനിൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞത്. ഏതൊരടിമയും മരിക്കുന്ന സമയത്ത് അവന്റെ കൂടെയുണ്ടാകുന്ന 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായതും സ്വഫാഉൽ ഖൽബി, നല്ല തെളിഞ്ഞ മനസ്സാണ് കേട്ടോ, നല്ല വൃത്തിയുള്ള മനസ്സാണ് കേട്ടോ, ശുദ്ധിയുള്ള മനസ്സാണ് കേട്ടോ. ആ ശുദ്ധിയുള്ള മനസ്സുണ്ടാകണമെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? അതല്ലേ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ ഇന്നത്തെ വാദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് അതാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, വിവരമില്ലാത്തത് ജനങ്ങളോട് പറഞ്ഞു നടക്കരുത്, ഉറപ്പില്ലാത്തത് സംസാരിക്കരുത്, ഉറപ്പുള്ളത് മാത്രമേ മിണ്ടാവൂ. വായയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം ഉറപ്പുള്ളത് മാത്രമായിരിക്കണം. അവിടുന്നും ഇവിടുന്നും കേൾക്കുന്നത് അതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കാനുള്ളതല്ല, അത് വിളംബരം ചെയ്യാനുള്ളതല്ല, 4 ആളുകളോട് പറയാനുള്ളതല്ല. നല്ല തെളിഞ്ഞ ഖൽബുള്ള ആളാണോ അവിടുന്നും ഇവിടുന്നും കേൾക്കുന്നത് മറ്റുള്ളവരോട് പറയില്ല. എന്തുകൊണ്ടാണ്? അവൻ അറിയാം, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അവൻ അറിയാം, അവന്റെ കാത്, അതുപോലെ അവന്റെ കണ്ണ്, അതുപോലെ അവന്റെ മനസ്സ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണിത്. കണ്ണ്, കാത്, മനസ്സ്, ഇതെല്ലാം കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇതെല്ലാം റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലത് മാത്രമേ കാണണമെന്ന തീരുമാനം വേണം, നല്ലത് മാത്രമേ കേൾക്കാവൂ എന്ന തീരുമാനം വേണം, നല്ലത് മാത്രമേ ചിന്തിക്കാവൂ എന്ന് തീരുമാനിക്കണം. എപ്പോഴാണ് നല്ലത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ? എപ്പോഴാണ് നല്ലത് മാത്രം കേൾക്കാൻ പറ്റുകയുള്ളൂ? എപ്പോഴാണ് നല്ലത് മാത്രം ആലോചിക്കാൻ പറ്റുകയുള്ളൂ? നല്ല വൃത്തിയുള്ള ഖൽബുണ്ടാകുമ്പോഴാണ്. അതിനാണ് നല്ല വൃത്തിയുള്ള ഖൽബുണ്ടാക്കി എടുക്കേണ്ടത്. ആ വൃത്തിയുള്ള ഖൽബുണ്ടാകുമ്പോൾ പിന്നെ അവൻ ദീന് വിട്ട് നടക്കൂല. അതാണ് ഏറ്റവും വലിയ ശരീഅത്തിന്റെ ഏറ്റവും വലിയ. ഒരാള് വലിയാണ്, അല്ലെങ്കിൽ ത്വരീഖത്തിന്റെ ശൈഖാണ് എന്നൊക്കെ ഉറപ്പാകുന്നത് അയാള് ദീന് വിട്ട് കളിക്കാതിരിക്കുമ്പോഴാണ്. അയാള് ദീന് വിട്ട് കളിച്ചാൽ പിന്നെന്ത് ശരീഅത്താണ്, പിന്നെ എന്ത് ത്വരീഖത്താണ്? ദീൻ ഉണ്ടായിട്ടല്ലേ ശരീഅത്ത് ഉണ്ടാകുള്ളൂ. ദീൻ ഉണ്ടാകുമ്പോഴല്ലേ ത്വരീഖത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ദീനില്ലാതെ എങ്ങനെയാണ് ശരീഅത്ത് എന്ന് പറയാ, ത്വരീഖത്ത് എന്ന് പറയാ? ദീനിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോഴാണ് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് എത്തുക. അങ്ങനെ വരുമ്പോൾ ദീൻ അംഗീകരിക്കാത്ത ഒന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ്.
പക്ഷെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാൻ ഇന്നലെയല്ല മിഞ്ഞാന്നും ബായാർ ജാറം മഖാം ഉറൂസിൽ വഅദ് പറഞ്ഞപ്പോഴും ഞാൻ അവിടെ പറഞ്ഞു, ലൈവിൽ കേട്ടവരുണ്ടാകും. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വല യുസല്ലിയന്ന ഖൗമുൻ വലാ ദീന ലഹും, നിസ്കരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും, തീർച്ചയായും ഒക്കെ നിസ്കരിക്കും, പക്ഷേ വലാ ദീന ലഹും, അവർക്ക് ദീന് തീരെ ഉണ്ടാവില്ല. എന്താ കാരണം? ദീന് നിസ്കരിക്കാൻ മാത്രമല്ലല്ലോ ദീൻ പഠിപ്പിച്ചത്. അങ്ങനെയാണോ? ദീൻ പഠിപ്പിച്ച കുറെ കാര്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യമാണ് നിസ്കാരം. അതിന് പുറമെ ദീന് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം, ദീന് പഠിപ്പിച്ച ഒരു കാര്യമാണ് ദൂർത്തടിക്കരുത്. മുസ്ലിം സമുദായം ദൂർത്തിന്റെ പിന്നാലെ ഒരിക്കലും പോകരുത്. അള്ളാഹു എത്രയാണോ തന്നത് അത്രമാത്രം ഉപയോഗിക്കുക. ദൂർത്തടിക്കരുത്, ഇസ്റാഫ് കാണിക്കരുത്. അത് ദീനിൽ ഉള്ള ഒരു കാര്യമാണ്, ദീൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ മുസ്ലിം സമുദായത്തിന്റെ കല്യാണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മിഠായി കൊടുക്കുന്നതിന് എതിരൊന്നുമില്ല, മിഠായി കൊടുക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും. മിഠായി എന്താ? മിഠായി മധുരമുള്ളതല്ല. അത് ഷുഗറുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. എന്താ കാരണം അയാളിങ്ങനെ നന്നായി മിഠായി കഴിച്ചാല് ഈ ഷുഗറുള്ള ആൾക്ക് വേറൊരു അസുഖം കൂടിയുണ്ട്. എന്താണ്? മധുരത്തോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഇല്ല, അങ്ങനെയല്ലേ? ഷുഗർ വന്നാൽ അതുവരെ ഇയാൾക്ക് മധുരം വേണ്ട. ഷുഗർ വന്നാൽ പിന്നെ മധുരത്തോട് ഭയങ്കര താല്പര്യമായിരിക്കും. എവിടെ സ്വീറ്റ് കണ്ടാലും ഷുഗർ ഇല്ലാത്തവന് ചിലപ്പോൾ അത് വേണം തോന്നൂല. ഷുഗർ ഉള്ള ആളാണോ അയാൾക്കത് വേണം. കട്ടൻ ചായക്ക് മാത്രം മധുരം ഇടണ്ടെന്നേ പറയുള്ളൂ, വിത്തൗട്ട് എന്നേ പറയുള്ളൂ. അവിടെ നേരെ മുന്നിൽ ജിലേബി വെച്ചാൽ അതെടുത്തിട്ട് 2-3 കിലോ ആയിരിക്കും. ലാഡ് വെച്ചാൽ ലഡ്ഡു വെച്ചവനെ കേൾക്കുക വേണ്ട. പക്ഷെ കട്ടൻ ചായ എന്താകണം? അത് വിത്തൗട്ട് ആയിരിക്കണം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താ കാരണം? അത് കട്ടൻ ചായ വിത്തൗട്ട് എന്ന് പറഞ്ഞത് അതൊരു കമ്മട്ടം പറച്ചിലാണ്. പിന്നെ ജിലേബി കഴിക്കണതാ, അത് മധുരത്തോടുള്ള ഇഷ്ടമാണ്. ഷുഗറുള്ള ആളുകൾക്ക് മധുരത്തോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നേരത്തെ മധുരത്തോട് ഇപ്പൊ വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ മധുരം കാണുമ്പോ തിന്നണോന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് പോയിട്ട് ചെക്കപ്പ്, കാലി വയറ്റിക്കൊന്ന് ചെക്കപ്പ് ആക്കി നല്ലതാ. എന്താ കാരണം? ഷുഗറിന്റെ അലാമത്തുകളെ കൂട്ടത്തിൽ ഒരു അലാമത്താണ് എന്നാണ് കാലൽ ബഅദു. എല്ലാരും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബഅദു ഇമാമിങ്ങൾ അങ്ങനെ പറയും. ബഅദാവണമെങ്കിൽ ഒറ്റ ആളായാൽ മതിയല്ലോ. അഖല്ലുൽ ബഅദു വാഹിദ് എന്ന്. ഇരിക്കട്ടെ, ഞാനത് ഉസ്താദ്മാർക്ക് വേണ്ടി പറയാം, സാധാരണക്കാരോടല്ല ഞാൻ പറഞ്ഞു തന്നത്. അവ അങ്ങനെയുണ്ട്. എന്നാൽ മിഠായി കൊടുക്കരുത് എന്നല്ല, പക്ഷേ എത്ര മിഠായികളാണ് ലോഡ് കണക്കെ വാഹനങ്ങളിലൊക്കെ മിഠായി നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് കല്യാണ വീട്ടിലേക്കും മറ്റുമൊക്കെ. പെണ്ണ് കാണാൻ ഉറപ്പിക്കുന്ന ചടങ്ങിൽ എത്രയാണ് മിഠായി ഇങ്ങനെ കൊടുക്കുന്നത്. അവസാനം മിഠായി കൊണ്ടുപോകാൻ ആളില്ല. ഈ മിഠായി എന്ന് പറഞ്ഞാൽ എത്ര കഴിക്കാൻ പറ്റുക? ഒറ്റയടിക്ക് 10 മിഠായിയൊക്കെ കഴിക്കാൻ പറ്റൂല. ആ കഴിക്കുന്നതിനൊക്കെ ഓരോ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ദൂർത്ത് പാടില്ല. കല്യാണത്തിന്റെ അവിടെയും ഭക്ഷണം കൊടുക്കുമ്പോ ഇപ്പോ അതൊക്കെ ഒരു മത്സരമായിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ ഭട്ടിപ്പദവിയിലോ ഒസങ്കടിയിലോ ഒരു കല്യാണം നടന്നിട്ടുണ്ട്. അത് ഭയങ്കര ഉഷാറായിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഉഷാർ ഐറ്റംസ് ഉണ്ടാക്കണം ഇപ്രാവശ്യം എന്നായിരിക്കും വാശി ഈ കല്യാണം നടത്തുന്ന ഉപ്പാക്ക്. അപ്പൊ വിഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കും. എന്നാ തൊട്ടടുത്തൊരു സ്ഥാപനം ഉണ്ടായത് കൊണ്ട് കഴിച്ചിലായി, അല്ലെങ്കിൽ ഈ ഭക്ഷണമൊക്കെ ഇസ്രാഫ്. എന്താ കാരണം? എന്നാ പിന്നെ നമുക്ക് സ്ഥാപനത്തേക്ക് കൊടുത്തേക്കാം. ഒക്കെ സ്ഥാപനത്തേക്ക് എത്ര കൊടുത്തയക്കുന്നേ? സ്ഥാപനത്തുള്ള പുള്ള 100 പുള്ള അല്ലേ? ഇത് കൊടുത്തയച്ചിനതാ 500 പുള്ളന്റെ ഭക്ഷണം കൊടുത്തയച്ചിന്. ഈ 100 പുള്ള ഇങ്ങനെ 500 പുള്ളന്റെ ഭക്ഷണം അയക്കുന്ന 500 പേര് 100 ആളത് കഴിച്ച് തീർക്കാം. എല്ലാരും കുറച്ച് തിന്നിട്ട്. എന്നാൽ 500ന്റെ എങ്ങനെയാണ് 100 ആൾക്ക് കഴിച്ച് തീർക്കുന്നത്? അതിന് ആ 100 അതിന് പറ്റിയ 100 ആയിരിക്കണം. അപ്പൊ ഇസ്രാഫ് പാടില്ല. ദൂർത്ത് ഒരിക്കലും പാടില്ല. എല്ലാ വിഷയത്തിലും ശ്രദ്ധിക്കണം. ഓ വാള് കേൾക്കുന്ന ഉമ്മമാരെ, വാള് കേൾക്കുന്ന സഹോദരിമാരെ,
ഭക്ഷണത്തിൽ മാത്രമല്ല ധൂർത്തുള്ളത്, ഉപയോഗിക്കുന്ന കുപ്പായമില്ലേ, ഉപയോഗിക്കുന്ന ഡ്രസ്സില്ലേ, ആ ഡ്രസ്സിലും ധൂർത്തടിക്കുന്നവരാകരുത്. ഒരിക്കൽ ഒരു കുപ്പായം വാങ്ങിയാൽ ആ കുപ്പായം ഒരു വട്ടം ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, എന്നാൽ അതിങ്ങനെ വെറുതെ എടുത്തു വെക്കുന്നതിന് പകരം അത് ആവശ്യമുള്ള എത്രയോ ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. എന്തേ അവർക്കൊന്ന് കൊടുത്തുകൂടെ? സുബ്ഹാനല്ലാഹ്, വീട്ടിലുള്ള അലമാര തികയുന്നില്ല, വീട്ടിലുള്ള കപ്പാട്ട് മതിയാകുന്നില്ല. ഞാനിത് വെറുതെ അല്ലല്ലോ പറയുന്നത്. ഇപ്പൊ ഭാര്യ ഭർത്താവിനോട് പറയാണ്, ഔത്തുലുള്ള കപ്പാട്ട് മെയ്യായോണ്ടില്ലല്ലേ, മാപ്പലടൊട്ട പിഞ്ഞൈ ചൊന്നോണ്ടുള്ളാലെ ഇതറുലേ, ഔത്തുലുള്ള കപ്പാട്ട് മെയ്യായോണ്ടില്ല, ഔത്തര കപ്പാട്ട് മെയ്യായോണ്ടില്ല, ഔത്തുലുള്ള വീട്ടിലുള്ള അലമാര മതിയാകുന്നില്ല. ഇനി ഒരു പുതിയ കപ്പാട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയ കപ്പാട്ടെടുക്കണോ? ഭർത്താവ് ചോദിച്ചു, അല്ല പെണ്ണേ, വീട്ടിലുണ്ടല്ലോ ഇത്രയെല്ലാം കപ്പാട്ടുകളും അലമാരകളും ഉണ്ടല്ലോ. അപ്പൊ ഭാര്യ പറയാണ്, അതിലെല്ലാം നിറയെ കുപ്പായമുണ്ട്, അത് നിറയെ വസ്ത്രമുണ്ട്. അലമാര തുറന്നു നോക്കി, കപ്പാട്ട് തുറന്നു നോക്കി, ശരിയാണ്, എത്ര കുപ്പായമാണ് ആ കപ്പാട്ടിന്റെ ഉള്ളിലുള്ളത്, അലമാരയുടെ ഉള്ളിലുള്ളത്. അതേ, വലിയവരുടെ കുപ്പായവുമുണ്ട്, ചെറിയവരുടെ കുപ്പായവുമുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. ആവശ്യമില്ലാതെ കുപ്പായം അങ്ങ് വാങ്ങിയിട്ട് ദൂർത്തടിക്കുന്നു. നമ്മുടെ സമുദായം ദൂർത്തടിക്കുന്നതിൽ നിന്ന് പിറകോട്ട് വരണം. എത്രയാണ് ആളുകളുള്ളത് ഇല്ലേ? എത്ര ബ്ലാങ്കറ്റുകളാണ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ളത്? എത്ര ബ്ലാങ്കറ്റ് ഉണ്ട്? ഉപയോഗിക്കാത്ത എത്രയാണ് പുതപ്പുകളുള്ളത്? നല്ല തണുത്തു വിറക്കുന്ന പ്രദേശങ്ങളുണ്ട് ഇപ്പോഴും. സ്വന്തം വീട് പോലും കിടന്നുറങ്ങാനുള്ള വീടില്ലാത്ത എത്രയോ കുടുംബം, റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന കുടുംബം, തണുത്തു വിറക്കുന്ന, ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ചലിച്ചിട്ട് കൊട്ടയാകും, അത്രയും ശക്തമായ തണുപ്പുള്ള സ്ഥലത്ത് തണുത്തു വിറക്കണ ആ നാടുകളിൽ അവർക്ക് കുടിലുകളില്ല, വീടുകളില്ല, താമസിക്കാൻ ഭവനങ്ങളില്ല. അവർ റോഡരികിൽ കിടക്കുകയാണ്. അവരവിടെ നിന്ന് ഇങ്ങനെ കരുതി പോകുന്നു, ആലോചിക്കുന്നു, എവിടെന്നെങ്കിലും ഒരു പുതപ്പ് കിട്ടിയിരുന്നെങ്കിലോ, എവിടെന്നെങ്കിലും ഒന്ന് ബ്ലാങ്കറ്റ് കിട്ടിയിരുന്നെങ്കിലോ. നമ്മുടെ വീട്ടിൽ എത്രയാണ് പുതപ്പുകൾ ഉള്ളത് ഉപയോഗിക്കാത്ത? എത്രയാണ് നമ്മുടെ അലമാരകളിൽ ബ്ലാങ്കറ്റുകൾ ഉള്ളത് ഉപയോഗിക്കാത്ത? കുപ്പായം എത്രയാണ്? എന്തേ നമ്മുടെ നാട്ടില് ഒരു കല്യാണം നടക്കുമ്പോൾ ആ പുതിയ പെണ്ണിനെ ഈ കുപ്പായം കൊടുത്തുകൂടെ? ആകെ ഒറ്റ തവണയല്ലേ ഇട്ടിട്ടുള്ളൂ. പറയുമ്പോ വേണമെങ്കിൽ കൊടുത്തിട്ട് തന്നെ പറയാം. എന്താ പറയാ? ഞാന് എന്റെ മംഗളത്തിന് ഞാൻ വാങ്ങിയതാണ്, നല്ല ബലുള്ള കുപ്പായാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് സഹോദരിമാരോടാണ് ഇത് പറയുന്നത്. നല്ല ബലുള്ള കുപ്പായാണ്, പക്ഷെ ഞാൻ ഒരിക്കൽ ഇട്ടിട്ടുള്ളൂ. അല്ലാതെ കളവ് പറഞ്ഞിട്ട് കൊടുക്കണം. ഏനെ നിനക്കായിട്ട് ഞാൻ ഇന്നലെ എടുത്തിട്ട് കൊടുന്നിനെ. ഏത് കള്ളത്തരവും ഇന്ന് കുറെ സമയമൊന്നും നിൽക്കൂല, വേഗം പൊളിയും. പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ ഇന്ന്. ഉള്ളതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ എന്റെ മംഗളത്തിന് ഞാൻ എന്റെ ഉപ്പ വാങ്ങി തന്നതാണ്, പക്ഷെ ഞാൻ ഒറ്റ വട്ടേ അത് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നല്ല ബലമുള്ളതാണ്, അതുകൊണ്ട് നീ ഇടണം, നിന്റെ മംഗളത്തിന് നീ ഇടണം എന്ന് പറയുമ്പോൾ അത് വാങ്ങുന്നതിന് എന്താ പ്രശ്നം? അത് അള്ളാഹു നമുക്ക് തരാണ്. ചിലപ്പോ അപ്പ ഉങ്ക് കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്താ ഉങ്ക് കാണിക്ക? അപ്പൊ പറയും, ആ നീറ്റ് ഡ്രസ്സാ, നക്കതെന്തും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ അത് അഹങ്കാരമാണ്, അത് ധിക്കാരമാണ്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ബേ കാണിച്ചു കൊടുക്കും. നക്ക് വേണ്ട എന്ന് പറഞ്ഞല്ലോ, ആ ധിക്കാരത്തിന്റെ ഫലം അള്ളാഹു വൈകാതെ ആ പറഞ്ഞ ആൾക്ക് അള്ളാഹു കാണിച്ചു. ആരെങ്കിലും ഒരാൾ നമുക്ക് തന്നാല്
നമ്മളത് ശ്രദ്ധിക്കുക. ഇയാളെ കയ്യിൽ നിന്ന് വാങ്ങിയെങ്കിൽ നാളെ ഇയാൾ നാലാളോട് പറഞ്ഞുകൊണ്ട് നടക്കും. ചില മനുഷ്യന്മാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. നിങ്ങളെ വട്ടിപ്പതവക്കാർക്ക് അങ്ങനെ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കാണ്. ഈ പരിസരത്തുള്ളവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അതെല്ലാം ഞാൻ ആക്കിനെ, ഇതെല്ലാം ഞാൻ ആക്കിനെ. ആക്കിയത് തന്നെയാണ്, ആക്കാത്തതൊന്നുമല്ല, ആക്കിയത് തന്നെ. ചെന്നാലും പറയും അത് നല്ലതല്ല. ചില മനുഷ്യന്മാരുണ്ട് അതിനേക്കാളും ലോ കാറ്റഗറിക്കാരാണ്, ചീപ്പ് എന്ന് അതിന് പറയാൻ. ഏത് ചീപ്പ്? ബാർന്ന ചീപ്പല്ല, താഴ്ന്നു പോയവര്. എന്താണ്? ഒന്നും ആക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ബന്നേക്കും പറയുന്നേ അത് ഞാൻ ആക്കി കൊടുത്തിനെ, ഇത് ഞാൻ ആക്കി കൊടുത്തിനെ. ഒരു മണ്ണാൻ കെട്ട് ഒന്നും ആക്കി ഉണ്ടാവില്ല, വെറുതെ പറയാം, നുണ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ധൂർത്ത് എന്നത് നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല. കല്യാണത്തിന്റെ വിഷയത്തിലായാലും ഒന്നിലും. എത്ര ചെറുപ്പക്കാരാണ് കല്യാണത്തിന്റെ പേരിൽ എത്രയാണ് ധൂർത്തടിക്കുന്നത്. ധൂർത്ത് എന്നത് നമ്മുടെ സമുദായത്തിൽ ഇല്ലാണ്ടാകണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അത് ഉളൂ ചെയ്യുമ്പോഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാവൂ. എന്റെ ഹൗലിന്റെ സൈഡിൽ എഴുതി വെച്ചത് കാണുന്നു. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ മനുഷ്യന്മാർക്കൊന്നും സ്വന്തം ഒരു ബോധമില്ലാത്ത കാലാണ്. ബോധമുണ്ടാകാൻ ഒരുപാട് വഴികളുള്ള കാലമാണ്. പക്ഷേ മനുഷ്യന് സ്വന്തമായ ഒരു ബോധമുണ്ടാകുന്നില്ല. ഒക്കെ മനുഷ്യൻ എഴുതിയത് കണ്ടിട്ടാണ് ബോധമുണ്ടാകുന്നത്. ഇല്ലേ, ഹൗലിന്റെ സൈഡിൽ അതാ ഭിത്തിയിൽ എഴുതി വെച്ചത് കാണാം, സ്റ്റിക്കർ ഒട്ടിച്ചത് കാണാൻ കഴിയും. അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. അല്ലെങ്കിൽ മിതമായി വെള്ളം ഉപയോഗിക്കുക, അങ്ങനെ ഉണ്ടാകും. ബാത്റൂമിൽ പോയി നോക്കിയാലോ, സുബ്ഹാന ജല്ല ജലാലുഹു, അവിടെയും എഴുതി വെച്ചത് കാണാം. എന്താണ്? നന്നായി വൃത്തിയാക്കുക. അല്ലേ? എന്തിനാണ് ഇതൊക്കെ എഴുതേണ്ട ആവശ്യം? അതിന് എതിരായിട്ടുള്ളത് അവിടെ നടന്നുണ്ടാവും, അല്ലെങ്കിൽ എഴുതാണ്ടാവില്ല. അമിതമായി വെള്ളം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ, ജമാഅത്തിൽപ്പെട്ട ഏതോ ഒരു കാക്ക നിസ്കാരത്തിന് വരുമ്പോ വെള്ളം എല്ലാം തീർക്കും. ഇയാൾ ഉളു എടുക്കുന്നതല്ല, കുളിക്കുന്നേ. അത് അമിതമായ വെള്ളം. അപ്പോ സ്റ്റിക്കർ ഒട്ടിച്ചോടെ. ഒരിക്കൽ ടോയ്ലറ്റിൽ പോയി വന്ന് നോക്കുമ്പോൾ ടോയ്ലറ്റ് വൃത്തിയില്ല, ആരോ പോയ ആള് വൃത്തിയാക്കിയിട്ടില്ല. അപ്പൊ അവിടെ സ്റ്റിക്കറിൽ എഴുതി വെക്കേണ്ടി വന്നു. എന്താണ് എഴുതി വെച്ചത്? വൃത്തിയാക്കി വരിക. അവിടെയും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും, വെള്ളം മൂല്യമുള്ളതാണ്, മിതമായി മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളത്തിന് നല്ല മൂല്യമുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. കണ്ട, നിങ്ങൾ നോക്ക്, ഒരിക്കലും ധൂർത്ത് പാടില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവരികൾ പറയുകയാണ്, ഒരിക്കൽ മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസഅദിൻ വഹുവ യതവല്ലഉ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിട്ടുകിടക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വുളു എടുക്കുന്നുണ്ടായിരുന്നു. ആ സഅദ് റളിയല്ലാഹു അൻഹു വുളു എടുക്കുമ്പോൾ വെള്ളം അമിതമായി ഉപയോഗിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഹാദ സർഫു യാ സഅദ്, അല്ലയോ സഅദ് എന്നവരെ, ഇതെന്തൊരു അമിതമായ വെള്ളം ഉപയോഗിക്കലാണ്, ഇതെന്തൊരു ഇസ്റാഫാണ്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫിൽ ഉളൂ ഇസ്റഫുൻ, അല്ല നബിയേ, ഉളൂ നിസ്കരിക്കാനുള്ളതാണല്ലോ നബിയേ, ഉളൂ അത് മുസാഫ് തൊടാനുള്ളതാണല്ലോ നബിയേ, ആ ഉളൂയിലും ഒരു ഇസ്റാഫ് ഉണ്ടോ നബിയേ, ആ ഉളൂയിലും ഒരു അമിതമായി വെള്ളം ഉപയോഗിച്ചു എന്ന് പറയലുണ്ടോ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നഅം, അതേ, നിസ്കരിക്കാൻ ഉളൂ ചെയ്യുകയാണെങ്കിൽ പോലും അതിലും ഇസ്റാഫ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം.
കാരണം വുദൂഇലും ഇസ്റാഫുണ്ട്. വഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ, അതേ ഒഴുകിപ്പോകുന്ന ഒരു പുഴയുടെ വക്കിൽ നിന്ന്, ആ പുഴയിൽ നിന്നാണ് നിങ്ങൾ വുദൂ എടുക്കുന്നതാണെങ്കിൽ പോലും ആ പുഴയിൽ ധാരാളം വെള്ളമുണ്ടല്ലോ, എത്ര വെള്ളം ഉപയോഗിച്ചാലും പുഴയിലെ വെള്ളം തീരുകയില്ലല്ലോ എന്ന് കരുതിയിട്ട് അവിടുന്ന് പോലും ആവശ്യമില്ലാതെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അത് ദൂർത്തടിക്കൽ തന്നെയാണ് എന്ന് ലോകത്തെ സംസ്കരിച്ചെടുത്ത നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സംസ്കരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുത്ത നേതാവാണല്ലോ ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെ എന്താണ്? ഇന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ അമാനുൽ അഅ്ലം മാ ആശ വമാ ദാമത് സുന്നത്തുഹു ബാഖിയ. ഏറ്റവും വലിയ അഭയം ഈ സ്ഥാപനം, ഈ പരിസരത്തുള്ളവർക്ക് അഭയമാണ്. അഭയം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവസാന കാലം വന്നാൽ അദാബിന്റെ ചെറിയ ചെറിയ സാമ്പിളുകൾ കാണൂന്നാണ് കിതാബിലുള്ളത്. ആ അദാബിന്റെ സാമ്പിളുകളാണ് ഒന്ന് അസ്സലാസിൽ, ഭൂകമ്പം. ഇപ്പൊ നമ്മൾ അവിടുന്ന് എല്ലാം കേൾക്കണില്ലേ വർത്താനം? ഭൂകമ്പം. രണ്ടാമതായി പ്രളയം. ഇപ്പൊ ശ്രീലങ്കയിൽ ഇപ്പൊ ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ, ശ്രീലങ്കയിൽ എന്താണ് ജലപ്രളയമുണ്ടായത്? ഒഴുകിപ്പോയില്ലേ? എത്ര മരണമാണ് സംഭവിച്ചത്? അതില് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ പാമരനെന്നോ ഒരു വ്യത്യാസമല്ലല്ലോ. മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടു. എത്ര കെട്ടിടങ്ങളാണ് തകർന്നു വീണത്? അതാരുടെ കെട്ടിടമാണെന്ന് നോക്കിയിട്ടല്ലല്ലോ അതൊക്കെ തകർന്നു വീണത്. ശ്രീലങ്കയിൽ പ്രളയം ഉണ്ടായി. എന്താ അപ്പൊ അത് നമ്മളെ നാട്ടില് ഒന്നുകൂടായിരുന്നുണ്ട്? ഞമ്മ കണ്ടതല്ലേ മനുഷ്യന്മാരെ, കേരളത്തിൽ പ്രളയം സംഭവിച്ചില്ല. വയനാട്ടിലെ ചൂരൽ മലയിൽ ഞാനിപ്പോ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തൃശ്ശൂരിൽ ചെന്നപ്പോൾ, ചങ്ങരംകുളത്ത് ചെന്നപ്പോൾ, അവിടെ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ പറഞ്ഞു, ഉസ്താദേ ഞങ്ങള് വയനാട്ടിൽ ചെന്നു, ചൂരൽ മലയിൽ ചെന്നു. ഇപ്പോഴും ആ അവസ്ഥ അവിടെ ചെന്നാൽ, വയനാട്ടിൽ ചെന്നാൽ മേപ്പാടിക്കടുത്ത് ചൂരൽ മലയിൽ അന്ന് ആ സംഭവിച്ചത് ഇപ്പോഴും കാണാം. ആ വയനാട്ടിൽ ഉണ്ടായ പ്രളയം, അവിടുന്ന് മനുഷ്യന്മാരുടെ ശരീരങ്ങള് അത് പോയി വീണത് എവിടെയാണ്? നിലമ്പൂർ വനത്തിലാണ്. നിലമ്പൂർ കാട്ടിൽ എത്രയോ കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നിലമ്പൂർ വനത്തിൽ, നിലമ്പൂർ കാട്ടിൽ വയനാട്ടിൽ നിന്ന് ഒഴുകിപ്പോയ ശരീരം എത്തിയതെങ്കിൽ ഇതിന്റെ പിന്നിലൊക്കെ ആരാ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു. ആ പ്രളയം നമ്മുടെ നാട്ടിൽ വന്നുകൂടായുന്നുണ്ടാ? ഭൂകമ്പം. നമ്മൾ തുർക്കിയിൽ ഭൂകമ്പം നടന്നു എന്ന് നമ്മൾ ഇവിടെ അറിയാണ്. എവിടെ? നമ്മുടെ നാട്ടിൽ. എന്താ കാരണം? വാട്സപ്പിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ വന്നു. അതാണ് ഇപ്പൊ എല്ലാരെയും വാട്സപ്പിൽ ഭയങ്കര ചർച്ചാ വിഷയമാണ് ജനന സർട്ടിഫിക്കറ്റ്. നിങ്ങളെ ഇവിടുത്തെ SIRന്റെ കഥ കഴിഞ്ഞില്ലേ? ഇവിടെ SIR ആണോ നമ്മളെ കർണാടക ആണോ എന്ന് എനിക്കറിയില്ല.
എന്ത് വേണമെങ്കിൽ ആയിക്കോളി, വേണ്ടതല്ല ചെയ്തു വെച്ചോളി മാത്രം. അത്രേ പറയാനുള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ആയിക്കോളി, വേണ്ടതെല്ലാം ചെയ്തു വെച്ചോളി, അത്രേ പറയുന്നുള്ളൂ. അല്ലാഹു ഞങ്ങളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അതാ അതിനൊക്കെ കാവലാണ്. അമാന് വേണം. അൽ അമാൻ, അൽ അമാൻ, അഭയം വേണം. നമുക്ക് ഒരു പിടി കയറ് വേണം, രക്ഷപ്പെടാൻ ഒരു പിടി കയർ. ആ രക്ഷപ്പെടാനുള്ള അഭയമാണ് മജ്ലിസുൽ ദാക്കിരീൻ എന്ന സ്ഥാപനം. ഇവിടെ നടക്കുന്ന നല്ല നല്ല സദസ്സുകൾ അത് അഭയമാണ്. ബഹുമാനപ്പെട്ട നരിക്കോട് ഉപ്പാപ്പ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ ഈ ഉമ്മത്തിന് അമാനാണ്, അഭയമാണ്. ഞാൻ ഈ അടുത്ത് ഉസ്താദിന്റെ ദർബാറിൽ പോയി വഅദ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഒന്നരായ മുഹമ്മദ് ഉസ്താദ് അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നരിക്കോട് പാപ്പ അഭയമാണ്. ആളുകൾക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവിടെ പോയി ഭർത്താവ് ഭാര്യനോട് ഭാര്യന്റെ പരാതി പോയിട്ട് പറഞ്ഞാൽ പറയരുതെന്ന്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾ കല്യാണം കഴിഞ്ഞ തുടക്കത്തില് അയാൾ എപ്പോ ഗൾഫിക്ക് പോവാണെങ്കിലും ബഹുമാനപ്പെട്ട ഉപ്പാപ്പാനെ കണ്ടിട്ടേ പോവുള്ളൂ എന്നാണ്. അപ്പോ കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ അയാൾ ഉപ്പാപ്പാനെ കണ്ടപ്പോ ഉപ്പാപ്പനോട് അയാൾ പറഞ്ഞില്ല, എന്റെ കല്യാണം എല്ലാം കഴിഞ്ഞില്ല, പക്ഷെ എനിക്ക് വലിയ റാഹത്തില്ല, എനിക്കൊരു സന്തോഷമില്ല. ഉപ്പ പറഞ്ഞില്ല, നീ പോയി പണി നോക്ക്, ഉണ്ടായിരിക്കും അവിടെ. അതായത് ഭാര്യന്റെ എന്തോ പറയാൻ പോയതാണ്. അതവർക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലാവുമല്ലോ. അവിടെ തിരുത്തി. ഇതുവരെ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പൊ അയാൾക്കും മക്കളായി, മക്കൾക്കും മക്കളായി, പുള്ളിമാറായി. ഇപ്പൊ അയാൾ ബോബായി, അയിമ ബലമായി. ഒരു പ്രശ്നമില്ല. ഒരു വാക്കാണ്, മന്ത്രിച്ചതല്ല, മന്ത്രിച്ചിട്ടില്ല, തലക്ക് കയ്യും വെച്ചിട്ടില്ല. നീ ഉണ്ടായിരിക്കണം അവിടെ, പോണ അയാളോട് പറഞ്ഞു. അങ്ങനെ അമാനാണത്, കാവലാണ്. ഔലിയാക്കളും സ്വാലിഹീങ്ങളും അഹ്ലുൽ ഖൈരി വസ്വലാഹി, ഖൈറിന്റെയും സ്വലാഹിന്റെയും ആളുകളൊക്കെ കാവലാണ്. ഇപ്പൊ എത്ര മനുഷ്യന്മാരെ കണ്ടില്ലേ? ഔലിയാക്കളെ ദർബാറിൽ ചെന്നാല് ചിലപ്പോ തലയിൽ തൊപ്പി ഉണ്ടാവൂല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഔലിയാക്കളെ ദർബാറിൽ പോകും, അവിടെ ഇരിക്കും. വേറൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതും. എന്താ കാരണം? അവൻക്കറിയാം ഈ മഹാൻ നമുക്ക് അഭയമാണ്. പക്ഷെ അത് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പോയാൽ അൽഹംദുലില്ലാഹ് ഒന്നും കൂടി ഉഷാറായി. അപ്പോ അഭയം വേണം, നമുക്കൊരു പിടി കയറ്, രക്ഷപ്പെടാനുള്ള പിടി കയർ. ആ പിടി കയറാണ് ജലാലിയ റാത്തീബ്, അതിന്റെ വാർഷികം, ഔലിയാക്കളെ അനുസ്മരിക്കുന്ന സദസ്സ്, ഇതുപോലത്തെ ഇൽമിന്റെ സദസ്സ്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ ആളുകളൊക്കെ ദീനിൽ നിന്ന് പിറകോട്ട് പോകുന്ന സമയമാണെങ്കിലും ഈ മജ്ലിസുൽ ദാക്കിരീന്റെ സദസ്സ് നിങ്ങളൊന്ന് നോക്കൂ, നിറഞ്ഞിട്ടുള്ള സദസ്സല്ലേ ഇത്? എന്തേ കാരണം? ഒരു സമൂഹം അവസാനം വരെ ദീനിൽ ഉറച്ചുണ്ടാകും. ചില മനുഷ്യന്മാരെല്ലാം വന്നിട്ട് ചോദിക്കും, ഉസ്താദ് എന്ത് ഉസ്താദ് അവസ്ഥ, ആർക്കും ഇപ്പൊ ദീനിനോട് താല്പര്യമില്ല, അങ്ങനല്ലേ? ഇപ്പൊ മദ്രസയെ കുറിച്ച് കുറ്റം പറയുന്ന പെൺപുള്ളോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പണ്ട് മദ്രസയിലെ അവസ്ഥയല്ല ഇപ്പൊ ഓർക്കുമ്പോ ഞങ്ങൾക്ക് എന്തെല്ലാം ആണ്. പെൺപുള്ളോ തലയിലൊരു മക്കനെ ഉണ്ടാ, അതിനൊരു നസീബില്ല. അപ്പോ തലയിലൊരു ശാലിടാൻ നസീബില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നേ കാലം. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു ആചാരം വന്നിട്ട് പറയുന്നത്, ഉസ്താദ് ഇനിയല്ല ദീനെന്തു ഇക്കാലല്ലേ ഉസ്താദ്, ദീനെല്ലാം പോയിത്തല്ലേ ഉസ്താദ്. ആര് പറഞ്ഞു ദീൻ ഇക്കാലാണ്? ഇത് ദീനല്ലേ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ഇവിടെ ഉണ്ടല്ലോ ദീന്, ഇത് ദീനല്ലേ? ഇവിടെ എത്ര ഉമ്മമാരാണ് മജ്ലിസുൽ ദാക്കിരീനിൽ, എത്ര ഉമ്മമാരാണ് പർദ ധരിച്ച്, മുഖം ധരിച്ച്, ശരീരം മറച്ച്, മാറ് മറച്ചിട്ട്, തല പോലും മറക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മദ്രസയെ അപമാനിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുള്ള കാലത്ത് അതേ വർഗത്തിൽപ്പെട്ട എത്ര ഉമ്മമാരാണ്, സഹോദരിമാരാണ് മജ്ലിസുൽ ദാക്കിരീനിന്റെ സദസ്സിൽ വന്നിട്ട് ഇൽമു കേട്ടുകൊണ്ടിരിക്കുന്നത്? അത് ദീനല്ലേ? വേറൊരു പെൺകുട്ടി പറഞ്ഞു, 2-3 മുടിയെങ്കാലും പുറത്ത് കണ്ടു എന്ന് വെച്ചത് കൊണ്ട് ഈമാൻ പോന്നെങ്കിൽ അങ്ങനത്തെ ഈമാനൊന്നും വേണ്ട. നോക്കി
മുസ്ലിം പെൺകുട്ടി പറയുന്നു. അങ്ങനത്തെ ഈമാൻ വേണ്ട, നമുക്ക് വേണ്ട. അപ്പൊ ഇത് കാണുന്നവർ ഒരു കാക്ക അയാൾ വന്നിട്ട് പറയുന്നു, ഉസ്താദ് ദീനെല്ലാം പോയിട്ട് ഉസ്താദ്, ദീനില്ല ഉസ്താദിന്. അവളെ ദീന് പോയി, അതിനെ പിന്തുണക്കുന്നവരെ ദീന് പോയി. പക്ഷെ ഇസ്ലാം ഇവിടെ ഉണ്ടാകും. لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خالفهم قال رسول الله صلى الله عليه وسلم. കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ അവരെപ്പോഴും ദീനിൽ ഉറച്ചു നിൽക്കുന്നുണ്ടാകും, എപ്പോഴും ഉണ്ടാവും, അവസാനം വരെ ഉണ്ടാവും. പക്ഷെ അവരെ കാണുമ്പോ പലർക്കും ഇഷ്ടപ്പെടൂല, ശരിയാണ്. എന്നാലും അവർ ദീനിൽ ഉറച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് പിടിക്കയർ. ഈ പന്തലിൻ ചുവട്ടിൽ എത്തിയാൽ അവർക്കെല്ലാം ഈ പിടിക്കയർ കിട്ടിപ്പോയി, അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ ഇതിന്റെ എല്ലാം ഒന്നാമത്തെ അഭയം ഉണ്ട്. ആ അഭയം ഏതാണ്? ഒന്നാമത്തെ പിടിക്കയർ ഏതാണ്? അതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ഉമ്മമാരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. തലമറക്കാൻ മനസ്സ് കാണിക്കാത്ത പെൺകുട്ടികളുള്ള കാലമാണ്. ഒരു ഭാഗത്ത് അങ്ങനെയാണ്. അവരോട് തലമറക്കാൻ പറഞ്ഞാലോ അവർക്കതിനോട് പുച്ഛമാണ്. പക്ഷേ എത്ര ഉമ്മമാരാണ്, സഹോദരിമാരാണ് ഈ സദസ്സിൽ പോലും അവർ തലമറച്ചിട്ടല്ലേ വന്നത്, മുഖം മറച്ചിട്ടല്ലേ വന്നത്. ഇവിടെ വാതു പറയുമ്പോൾ ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും സാധുവായ ഞാനിവിടെ വാലിന് വന്നപ്പോൾ എന്റെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന എന്റെ ഉമ്മാമാനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ ഉമ്മയുടെ ഉമ്മ, എന്റെ കളസയിലെ വല്യുമ്മ, ഈ കഴിഞ്ഞ റബീഉൽ ആഖിർ 26-ന് ഒരു തിങ്കളാഴ്ച രാവ് എന്റെ ഉമ്മാമയുടെ 94-ാമത്തെ വയസ്സിൽ ഉമ്മാമ ലോകത്തോട് വിട പറഞ്ഞു. റബ്ബേ, ജന്നാത്തുൽ ഫിർദൗസ് ആകുന്ന സ്വർഗ്ഗത്തിൽ നീ വലിയ പദവി നൽകണേ അല്ലാഹ്. ആ ഉമ്മാമയുടെ ദുആർപ്പിക്കല് ഈ കഴിഞ്ഞ 19-ാം തീയതി മൂടബിദ്രയിലെ എന്റെ ദർസിൽ വെച്ച് നടത്തി. 2000 ആളുകളാണ് ആ സദസ്സിൽ കൂടിയത്. ആ സദസ്സിൽ കൂടിയവരും സ്റ്റേജിൽ ഉണ്ടായവരും ഇവിടത്തെ സ്റ്റേജിലും കാണുന്നുണ്ട്, ഇവിടത്തെ സദസ്സിലും കാണുന്നുണ്ട്. ആ ഉമ്മാമയുടെ 94-ാമത്തെ വയസ്സിൽ പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ പഴയ കറുത്ത പർദ്ദയങ്ങ് അണിഞ്ഞ്, അതേ മുഖമൂടിയങ്ങ് ധരിച്ച്, മുഖമിങ്ങനെ തുറന്നു വെക്കാറില്ല, പൂർണ്ണമായും മുഖം മൂടിയിട്ട് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണാതെയാണ് ഉമ്മാമ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെയല്ലാത്ത വിധത്തിൽ ഉമ്മാമ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളാരും കണ്ടിട്ടില്ല, കണ്ടതായി ഞങ്ങൾ ഓർക്കുന്നുമില്ല. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ദീന് എപ്പോഴുമുണ്ട്. ഇപ്പൊ മാത്രല്ല, ചില ആളുകൾ പറയും, അല്ല ഉസ്താദേ, ഇപ്പൊ തന്നെ ഞങ്ങളെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്ത് അവസ്ഥ വന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, കുറച്ചാളുകൾ ഏതായാലും നല്ലവരായി അവസാനം കാലം വരെ ഉണ്ടാകും. കുറച്ചാളുകൾ ഏതായാലും നല്ലവരായിട്ട് അവസാന കാലം വരെ ഉണ്ടാവും. അള്ളാഹു ആ കുറച്ചാളുകളിൽ ഞങ്ങളെയും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഞങ്ങളെ സന്താന പരമ്പരയെയും അള്ളാഹു പെടുത്തി തരട്ടെ. ഉറക്കാമീൻ പറയണം, അള്ളാഹു പെടുത്തി തരും അല്ലേ? എന്നാ നമ്മൾ കഴിച്ചിലായില്ലേ? ഒന്ന് ഞങ്ങളും ആ കുറഞ്ഞ ആളിൽ പെടണം, മറ്റൊന്ന് ഖിയാമത്ത് നാള് വരെ വരുന്ന ഞങ്ങളെ പരമ്പര മക്കള്. ഞങ്ങൾ മാത്രം നല്ലവരായിട്ട് കാര്യമുണ്ട? ഞങ്ങളെ മക്കൾ പെടക്കായെങ്കിൽ, മക്കൾ മാത്രം നല്ലവരായിട്ട് കാര്യമുണ്ട? മക്കൾ പെടക്കായെങ്കിൽ ഇപ്പൊ കാണുന്നില്ലേ, സുബ്ഹാന ജല്ല ജലാലുഹു, വലിയ ആളായിരുന്നു ബാപ്പ. ഞാൻ മിഞ്ഞാന്ന് ഒരാളെ കുറിച്ച് കേട്ടു, വലിയ ആളായിരുന്നു,
എത്രയാണ് പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇപ്പൊ നോക്കുമ്പോ ഒരു മോന് തനിച്ച വഹാബിയാണ്. നഊദുബില്ലാഹ്. എത്രയോ ദീനിന്റെ പുസ്തകം എഴുതിയ ആളാണ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒരു മോന് തനിച്ച വഹാബിയാണ്. പിന്നൊരു മോന് തനിച്ച യുക്തിവാദിയാണ്. എന്താ യുക്തിവാദി എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഇല്ല എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളെയും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഞങ്ങളെ മക്കളെ പരമ്പരയെയും നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആ ത്വായിഫത്തിൽ നീ പെടുത്തി തരണേ അല്ലാഹ്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവണമെങ്കിൽ തിന്മ മാത്രം ഒരു ഭാഗത്തുണ്ടായത് കൊണ്ടുണ്ടാവോ? ഇല്ല. ഉണ്ടാവോ? ഇല്ല. തിന്മയിലേക്കാണ് കൂടുതലും മനുഷ്യൻ പോണത്. അല്ലേ? ഒരു ദിക്റിന്റെ മജ്ലിസ് കാണുമ്പോ അവിടെ വന്നിരിക്കാൻ എല്ലാവർക്കും തോന്നുമോ? ഇല്ല. ഒരു ദിക്റിന്റെ കാസർഗോഡ് അങ്ങാടിയിൽ ഒരു പാട്ട് പാടുന്നോ വന്നു എന്ന് കേട്ടപ്പോ എത്ര ഇഞ്ഞമാരാണ് പോയത് റബ്ബേ. നൗഫൽ സഖാഫി ഭട്ടിപ്പദവിന് അതിന് വന്നു പറഞ്ഞപ്പോ ഓരെല്ലാം വന്നിനാ. അല്ല, ഉദാഹരണം പറയാം. അല്ലെ കാസർഗോഡ് അങ്ങാടിയിൽ നൗഫൽ സഖാഫിയുടെ വാല് എന്ന് കരുതാം. അല്ലെ നൗഫൽ സഖാഫി വേണ്ട, വലിയൊരു ഉസ്താദിന്റെ വാല്. നൗഫൽ സഖാഫി ഒരു ചെറിയ ഉസ്താദ്, വലിയൊരു ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയൊരു ഉസ്താദിന്റെ വാല് കാസർഗോഡ് അങ്ങാടിയിൽ. അല്ലെങ്കിൽ കാസർഗോഡ് എന്ന് പറഞ്ഞ മസലൻ ഉദാഹരണം പറയാം. ഏതൊരു അങ്ങാടിയിൽ, കളസത്ത് അങ്ങാടി തന്നെ പിന്നെ ബേജാറില്ലല്ലേ. നമ്മളെ നാട്ടിൽ തങ്ങാണ് ബേജാൽ. പിന്നെ നാട്ടുകാർ ചിലപ്പോൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഓരെ പറഞ്ഞിട്ട് ശരിയാക്കാൻ കഴിയും. നമ്മളെ കാസർഗോഡ് കാണിച്ച് പറഞ്ഞ് ശരിയാക്കാൻ പറ്റില്ല. ഇത് കാസർഗോഡ് ജില്ല തന്നെയാണോ റബ്ബേ? എൻ്റെ വണ്ടി പേരെടിയാക്കുന്ന നല്ലതാണ് പോവാൻ. അല്ലാഹ്, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ദീനിനെ വലിയ സ്നേഹിക്കുന്ന ഇതൊരു ഗഡി പ്രദേശമല്ലേ, ഗഡിനാടല്ലേ ഇത്. ദീനിനെ വലിയ സ്നേഹിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ പണ്ട് ഒന്ന് തന്നെയാണ്, ഒക്കെ കർണാടകയാണ്. ഇത് കേട്ട് ഞാൻ ഇപ്പൊ ഇതിലേക്കൊന്നും കിടക്കണില്ല. ഞാൻ പറഞ്ഞു തന്നത്, അപ്പോ കാസർഗോഡ് അങ്ങാടിയിൽ ഒരു വലിയ ഉസ്താദ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത്, പിന്നെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പാട്ട് പാടിയിട്ട് ഇപ്പൊ ചാനലിലെല്ലാം വൈറലായിട്ടുള്ള ഒരാള് പാട്ട് പാടുന്ന ഒരു ചക്കോ ഒരാള് അയാൾ വന്നെന്ന് കരുതാം. എന്നാലും വാലിന്റെ സെൻസിൽ ഏതായാലും പോലീസുമാർ വന്നിട്ട് ലാഠി ചാർജ് ആക്കിയിട്ട് പെണ്ണുങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരവസ്ഥ വരുന്ന ഇന്ന് വരെ വന്നിന. ഏതെങ്കിലും ഒരു വാലിന്റെ സദസ്സിൽ ഒരു തങ്ങ വന്ന സദസ്സ്, ഒരു മൊയിലാർ വന്ന സദസ്സിൽ ലാഠി ചാർജ്, പോലീസ് വന്നിട്ട് ലാഠി ചാർജ് ആക്കിയിട്ട് പെണ്ണുങ്ങളെ നിയന്ത്രിക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നിന മനുഷ്യന്മാരെ എവിടെയെങ്കിലും ഇല്ല. അപ്പൊ നോക്കിങ്ങ എന്തേ അതിന് ആളെല്ലാരും കിട്ടാല, അതിന് കുറച്ചാളെ കിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ആ കുറഞ്ഞതില് ഞങ്ങളും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഞങ്ങളെ പരമ്പര ഉണ്ടാകണം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെയാണ്. ഗാലുമാല് ഗോലുമാൽ എല്ലാം ഉള്ളിടത്ത് എത്ര ആളെ കാണും? പള്ളിയിൽ അത്ര എല്ലാ ആളെ കാണുവാ? കാണാല്ലേ? എന്താ കാരണം? അത് കുറച്ചാളെ കിട്ടുള്ളൂ. എന്താ കാരണം? ഇല്ല വകാന മഅഹു ശൈത്താൻ. എല്ലാരെ കൂടെ ശൈത്താൻ ഉണ്ടാവും, ഓരോരുത്തരുടെ കൂടെ ശൈത്താൻ ഉണ്ടാവും. ഇപ്പൊ ഒരുത്തരത്ത് എന്താ എന്നല്ല ബായ് പൽക്കുന്നുണ്ട്. എന്താ കാരണം? ഇല്ല വകാന ശൈത്താനിക്ക് പിടിച്ചിട്ടില്ല വന്നിരുന്നത്. വന്നിന്ന് അതാണ് കുറച്ചാളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ചും കഴിഞ്ഞാൽ മെല്ലെ എണിച്ചിട്ട് പോകൂലേ. എന്താ കാരണം? ശൈത്താന്റെ കുഞ്ചി കയറ്റിട്ട് പോയിനെ. മതി, ശൈത്താൻ വിടുന്നില്ല, ഇരിക്കാൻ വിടുന്നില്ല. അവസാനം വരെ ഇരുന്നോ, അൽഹംദുലില്ലാഹ്, ശൈത്താനെ തോൽപ്പിച്ചു. എല്ലാം നേരത്തെ കേട്ടിട്ടില്ലേ? ശൈത്താൻ അല്ലാഹു, ആ ശൈത്താനെ തോൽപ്പിക്കാനാണ് മജ്ലിസുൽ ദാക്കിരീൻ. നേരത്തെ എന്നോട് ഇവിടെ വരുമ്പോ പറഞ്ഞു, ഇതെന്ത് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒറ്റ ശൈത്താനും ഇങ്ങോട്ട് അടുക്കൂല. ഒരു ചാത്തനും അടുക്കൂല, ഒരു ശൈത്താനും അടുക്കൂല. കാരണം അങ്ങനത്തെ ദിക്റല്ലേ മനുഷ്യന്മാരോട് നടക്കുന്നേ. ഓന്റെ എല്ലാ കെട്ടുമൂട്ട കെട്ടിട്ട് ഓടിയിട്ടുണ്ടാവും. കാരണം അങ്ങനത്തെ റാത്തീബുകളും ദിക്റുകളല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ ആ ശൈത്താനിനെ ആട്ടി ഓടിക്കാനുള്ളതാണ്. കാരണം നമ്മളെ തോൽപ്പിക്കുന്നവനാരാ? നമ്മളെ മാറ്റുന്നവനാരാ? ശൈത്താനാണ്. ഓൻക്കെല്ലാം അള്ളാഹ് കൊടുത്തിന്. ഓൻ അള്ളാഹിനോട് എല്ലാം ചോദിച്ചതെല്ലാം അള്ളാഹ് കൊടുത്തിന്. അള്ളാഹിനോട് ചോദിച്ചില്ലേ ശൈത്താൻ, അല്ല നീ എന്നെ ആട്ടി ഓടിപ്പിച്ചല്ലേ, ഇപ്പൊ എന്നെ സ്വർഗത്തിലില്ലല്ലേ, എനിക്കിരിക്കാൻ സ്ഥലം വേണല്ലേ, അങ്ങാടിങ്ങ നിന്റെ സ്ഥലം പോ. അള്ളാഹ് പറഞ്ഞു അങ്ങാടിങ്ങ നിന്റെ സ്ഥലം. അതുകൊണ്ട് അങ്ങാടിയിൽ കുറെ നേരം പോയി ഇരിക്കാൻ പാടില്ല. ശൈത്താന്റെ സ്ഥലം അങ്ങാടി, ഓന്റെ സ്ഥലം.
ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ അതിലേക്കൊന്നും കടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ ശൈത്വാനിനെ പരാജയപ്പെടുത്താൻ ഒരു പിടികയറ് വേണം. ആ പിടികയറാണ് ഈ ദീനീ സംരംഭവും അതുപോലെ ഈ സമുച്ചയം. അതാണ് ഞാൻ പറഞ്ഞത്, കുറഞ്ഞ ആളാണെങ്കിലും അവസാന നാൾ വരെ ആ കുറഞ്ഞ പേരെങ്കിലും ദീനിൽ കാണണമെന്നുണ്ടോ? തിന്മകൾ മാത്രം നാട്ടിൽ അമ്മാരമാടിയാൽ പറ്റൂല. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു ചെറിയ അളവിലെങ്കിലും, ഒരു ചെറിയ തോതിലെങ്കിലും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇവിടെ ആത്മീയ സദസ്സുകൾ ഏറ്റവും വലിയ പിടികയറാണ് അൽ അമാനുൽ അഅ്ളമു. ഏറ്റവും വണ്ണമായ അഭയമാണ്, കാവലാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് കാവലുണ്ടാകുന്നത്. എപ്പോഴാണ് തങ്ങള് നമുക്കൊരഭയമാകുന്നത്? മാഷാ, തങ്ങൾ ജീവിക്കുന്ന കാലത്ത് തങ്ങൾ അഭയമാണ് കേട്ടോ. ഇത് അതിന്റെ കൂടെ മഹാന്മാര് പറയാണ്, വമദാമത്ത് സുന്നത്തുഹു ബാഖിയാ. തങ്ങൾ വഫാത്തായാലും ആ തങ്ങളെ സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നിലനിൽക്കുന്ന കാലത്തോളം അത് വലിയ അഭയമാണ് കേട്ടോ, അത് വലിയ കാവലാണ് കേട്ടോ. ആ സുന്നത്താണ് ഇവിടെ നിലനിന്ന് കിട്ടേണ്ടത്. ആ സുന്നത്താണ് കാവൽ. സുന്നത്തിനെ നമ്മൾ ചെറുതായി കാണരുത്, സുന്നത്തിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. എത്രയെത്ര സുന്നത്തുകളാണുള്ളത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. പാതിരാ സമയത്ത് ഉണർന്ന് നിസ്കരിക്കുന്ന സ്വഭാവം അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഔലിയാക്കൾ അങ്ങനെയാണ്, സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. അവർക്ക് ടൈം പാസ് അതിലാണ്, അവർക്ക് കിക്ക് കിട്ടുന്നത് അതിലാണ്. അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ വിഷയത്തിലാണ് കിക്ക്. ചില മനുഷ്യന്മാർക്ക് കഞ്ചാവ് ഉപയോഗിച്ചാലൊക്കെ കിട്ടും, ലഹരി, MDMA. അത് വലിയ മാരകമായ ഒന്നായി കഴിഞ്ഞു. അത് പിടുത്തം വിട്ടിരിക്കുകയാണ്, പിടുത്തം വിട്ടിരിക്കും. അല്ലാഹു ഞങ്ങളെ ഖൗമിനെ നന്നാക്കി തരട്ടെ. അല്ലാഹു ഞങ്ങളെ മക്കളെ നന്നാക്കി തരട്ടെ. വലിയ വിഷയമാണ്. മക്കളെല്ലാം നന്നാകുന്ന എങ്ങനെ? നമ്മളെ കൺട്രോളിലല്ല. ഇതുപോലത്തെ സദസ്സിൽ വന്ന് കൂടുന്നുണ്ടല്ലോ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ റാത്തീബും ദിക്റെല്ലാം നടക്കുന്ന സദസ്സിൽ അവിടുന്ന് ഇങ്ങനെ ദ്വാർക്കുന്നു, അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണേ. അപ്പൊ മോമിനീങ്ങളൊക്കെ ആമീൻ പറയുന്നു. അല്ലാഹ് 40 ആളുണ്ടെങ്കിലും ഒരു വലിയ ഉണ്ടാവും അതിനർത്ഥം. ഇവിടെ എത്ര ആളിപ്പോൾ ഇല്ല? അങ്ങനല്ലേ? ഒരു മയ്യത്ത് നിസ്കാരത്തിന് ചുരുങ്ങിയത് എത്ര ആളുണ്ടാകാൻ ശ്രമിക്കണം? വ്യത്യസ്തമായ ഹദീസിൽ കാണാം. ഒരു ഹദീസിൽ കാണാം 40 ആള് വരെയെങ്കിലും ഒരു മയ്യത്ത് നിസ്കാരത്തിനുണ്ടാവണോ. എത്ര ആള്? മയ്യത്ത് നിസ്കാരം സ്വയ്യാവാനല്ല, മയ്യത്ത് നിസ്കാരം ശരിയാവണമെങ്കിൽ ഒരാളുണ്ടായാൽ മതി. ജമാഅത്ത് സുന്നത്തല്ലേ ഉള്ളൂ. ഫർള് കിഫായ വീടാണെങ്കിൽ ഒറ്റാൾ മയ്യത്ത് നിസ്കരിച്ചാൽ മതി. ബാപ്പ മരിച്ചു, മോൻ നിസ്കരിച്ചു, ഖലാസ്. എന്നാൽ ആ മയ്യത്ത് നിസ്കാരം, ആ മയ്യത്തിനൊരു മഹത്വം കിട്ടണമെങ്കിൽ 40 ആള് ചുരുങ്ങിയത് വേണോന്ന് ഒരു റിപ്പോർട്ടിൽ, 100 ആള് വേണോന്ന് പിന്നെ ഒരു റിപ്പോർട്ടിൽ. എന്താണ് അതിന്റെ കാരണം? 40 ആളുണ്ടെങ്കിൽ 100 ആളുണ്ടെങ്കിൽ ഈ ഇത്രയും ആളുകൾ ഈ മയ്യത്തിന് നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുമ്പോൾ അല്ലാഹു ഈ മയ്യത്തിന് വേണ്ടി അവർ ചെയ്ത ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി തരട്ടെ. അങ്ങനെയാണ്. അവിടെ 40 ആളുണ്ട്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു 40 ആളെ കിട്ടാൻ വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം കുറച്ച് പിന്തിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. മയ്യത്തിന് ബുദ്ധിമുട്ടൊന്നും ആകുന്നില്ലെങ്കിൽ, മയ്യത്തിന് ഇടങ്ങേറൊന്നും ആകുന്നില്ലെങ്കിൽ ഒരു 40 ആളെ ഭർത്തിയാക്കാൻ വേണ്ടിയിട്ടെങ്കിലും മയ്യത്ത് നിസ്കാരത്തെ കുറച്ച് പിന്തിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓം വരാൻ കാക്കുന്നേ, മറ്റോം വരാൻ കാക്കുന്നേ, അങ്ങനെ മയ്യത്ത് നിസ്കാരം ഒന്നും ഡിലേ ആക്കാൻ പാടില്ല. അങ്ങനെയാണ്.
അവിടെ 40 എന്ന് പറഞ്ഞ അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. 40 മയ്യത്ത് നിസ്കാരം അങ്ങനെയാണ്. മയ്യത്ത് നിസ്കാരത്തിന് 3 സഫ ഉണ്ടാവല സുന്നത്ത്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഉറക്കാമി പറ, നല്ല ബോധം തരട്ടെ. മയ്യത്ത് നിസ്കാരത്തിന് 3 സഫ് ഉണ്ടാവണം. സഫ് ഫുള്ള് ഭർത്തിയാക്കണമെന്നില്ല. ചുരുങ്ങിയത് 3 സഫ് മയ്യത്ത് നിസ്കാരത്തിനുണ്ടാവണം. അത് സുന്നത്താണ്. അതിന് സഫ് ഭർത്തിയാവണമെന്നില്ല. ഒരു 6 പേരുണ്ടെന്ന് സങ്കല്പിക്കുക. മയ്യത്ത് നിസ്കാരത്തിന് ഇമാം അല്ലാതെ 6 പേരേ ഉള്ളൂ എങ്കിൽ ഓരോരുത്തരും ഒരു സഫിൽ 2 പേര് വീതം, 2, 2, 2. ഓരോ സഫിൽ 2 ആൾ നിൽക്കുക. അങ്ങനെങ്കിലും 3 സഫ് ആക്കണമെന്നാ മഹാന്മാർ പറഞ്ഞു. മയ്യത്ത് നിസ്കാരത്തിന് 3 സഫ്. അവിടെ 3 സഫും സ്ഥാനത്തില് ഒരേ സ്ഥാനം. നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ 1-ാം സഫിന്റെ മാത്രമല്ല. അതുകൊണ്ട് അവിടെ ഗലാട്ടാക്കാൻ നിൽക്കണ്ട. മയ്യത്ത് കട്ടിയിൽ ചുമന്ന് കൊണ്ടുപോകുമ്പോൾ അതിന്റെ കാൽ പിടിക്കാൻ വേണ്ടി ഒരുത്തർ തിക്കും തിരക്കും കൂട്ടുന്ന നോക്കണം. അത് ചിലപ്പോൾ ബാപ്പാനോടുള്ള പിർസ, ഉമ്മാനോടുള്ള പിർസല്ല, ശരി തന്നെയാണ്. അമിതമായിട്ട് അവിടെ തിക്കും തിരക്കൊന്നും കൂട്ടാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അവിടെ 40ന്റെ കണക്ക് പറഞ്ഞപ്പോ മഹാന്മാർ പറഞ്ഞു, എന്തിനാണ് ഈ 40? 40-നൊരു കണക്കുണ്ട്. 40 ആൾ ഒരിടത്തുണ്ടായാൽ അവരിൽ അള്ളാഹുവിന്റെ ഒരു വലിയ ഇല്ലാ വകാന ഫീഹിം വലിയുൻ ലില്ലാഹി തആല, ആ കൂട്ടത്തിൽ അള്ളാന്റെ ഒരു വലി ഉണ്ടാവും. ഇതിപ്പോ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ 40-ൽ ആരിപ്പോ ഒലി? ഞങ്ങ ഒലിയല്ല, എലി. ഇയാൾ വാലിന്റെ ഉസ്താദ് വന്നിട്ട് പറഞ്ഞ് 40 ആളുണ്ടെങ്കിൽ ഒലിയില്ല. ഞങ്ങൾ 40 ആൾ വേറെ ആരുമല്ല, ഞാനുണ്ട്, അതിലൊന്നുണ്ട്, അന്തറുണ്ട്, പിന്നെ ഞങ്ങൾ ബിറാവത്ത് അദ്രഞ്ഞുണ്ട്, പിന്നെ മറ്റേ അലിയുണ്ട്, മറ്റേ ആളുണ്ട്. ഞങ്ങളാണെങ്കിൽ പറഞ്ഞ ഞങ്ങൾക്ക് അറിയുന്നില്ല, പിന്നെ ഞങ്ങൾ എന്ത് ഒലി മണ്ണം കെട്ടി. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാനായിട്ടില്ല. എന്താ ഇതാരും കണ്ടിട്ടില്ല. വലിയ നിസ്കരിക്കുന്ന ആളെയും വലിയെന്ന് തീരുമാനിക്കും വേണ്ട. അല്ല, ഇതിന്റെ മേലെ ഡിപ്പെൻഡ്. ഇത് അതാണ് മഅരിഫത്ത് കിട്ടുക. അതാണ് ഖൽബ് ലങ്ങി മരിക്കാന്ന്. നരിക്കോടുപ്പാപ്പന വറല്ലാഹു ബർക്കത, അവരൊക്കെ ഖൽബ് ലങ്ങി വഫാത്തായവരാണെന്നതിന് തെളിവെന്താണ്? എപ്പോഴാണ് മഹാൻ വഫാത്താകുന്നത്? റമളാനിൽ പള്ളിയിൽ സുബ്ഹാനല്ലാഹ് ജലാലിയ റാത്തീബിന്റെ സദസ്സിൽ ജലാലിയ റാത്തീബിന്റെ ദിക്ർ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ വഫാത്തായി. ഖൽബ് ലംഘി മരിക്കണവർക്കല്ലാതെ ആർക്കാ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക? അള്ളാഹു നമുക്ക് അതുപോലത്തെ ഒരു മരണം തരട്ടെ.